നന്ദനന്ദനാനന്ദ ലഹരി ഭജ രേ വ്രജ സുന്ദരി നന്ദനന്ദനാനന്ദ ലഹരി ഭജ രേ വ്രജ സുന്ദരി നന്ദനാനന്ദ ലഹരി ഭജ രേ വ്രജ സുന്ദരി വൃന്ദാവനേ മുദാ വിഹരന്തി വൃന്ദാവനേ മുദാ വിഹരന്തി കാന്യാവനം പ്രകാശയന്തി നന്ദനന്ദനാ നന്ദ ലഹരി ഭജ രേ വ്രജ സുന്ദരി നമുക്കിനിയും വ്രജസുന്ദരൻ്റെ ശ്രീകൃഷ്ണൻ്റെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ലീലാവിലാസങ്ങളിലേക്കൊന്ന് കടക്കാം. നമ്മൾ പറഞ്ഞത് ഇത് ഇനി ചെന്നെത്തണത് അങ്ങനെയാണ്, വാസുദേവനെ ധ്യാനിക്കൂ എന്നിലേക്ക് അവിടേക്കാണ് എത്തണത്. ഈ ഒരു പാട്ടിൽ അറിയാതെ വന്നു പോയതാണെങ്കിലും വാസുദേവനിലേക്ക് നമ്മൾ എത്തും. 13ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ശരീരം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വാസുദേവനെ ഭജിക്കണം എന്ന് പറയുന്നുണ്ട് ജഡഭരതൻ. നമ്മളിപ്പോൾ ഇനി പറയാൻ പോണത് 11ാമത്തെ ശ്ലോകമല്ലേ. ദ്രവ്യസ്വഭാവാശയകർമ്മകാലൈഃ ഏകാദശാമി മനസോ വികാരാഃ സഹസ്രശഃ കോടിശ്ച ക്ഷേത്രജ്ഞതോ നമിഥോ ന സ്വതസ്യു. ഇവിടെ പറയാണ് എങ്ങനെയാണ് ഇതിങ്ങനെ 11 നമ്മുടെ വ്യാപാരങ്ങൾ പ്രവൃത്തികൾ എന്നൊക്കെ പറഞ്ഞത്. അതെങ്ങനെയാ കൂടി 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 വരണത് എന്നുള്ളത് പറയാം. നമുക്കതൊന്നുകൂടി ശ്ലോകം ചൊല്ലി നോക്കിയിട്ട് അർത്ഥത്തിലേക്ക് കിടക്കാം. ദ്രവ്യസ്വഭാവാശയകർമ്മകാലൈഃ ചൊല്ലിക്കോളൂ. ഏകാദശാമി മനസോ വികാരാഃ സഹസ്രശഃ കോടിശ്ച ക്ഷേത്രജ്ഞതോ നമിഥോ ന സ്വതസ്യു. ഇവിടെ പറയാണ് ഈ വ്യാപാരങ്ങൾ ഇങ്ങനെ ഇരട്ടിച്ച് വരുന്നതിന് ആരും ഉത്തരവാദികളല്ല. നമ്മൾ ആദ്യമായിട്ടൊന്ന് തൊടുത്തു വയ്ക്കുന്നു എന്നേ ഉള്ളൂ. അത് മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ അമ്പ് പോണ പോലെയാണ്. തൊടുക്കുമ്പോൾ 1, വിടുമ്പോൾ 10, പിന്നെ കൊള്ളുമ്പോൾ 100, അത് കഴിഞ്ഞ് 1000, ഇങ്ങനെ കൂടി 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 പോകുന്നത് പോലെയാണ് മനസ്സിൻ്റെ വ്യാപാരങ്ങൾ. അതിനെ കൺട്രോൾ ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. അതായത് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെയാണ്. ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ എവിടെയെങ്കിലും ഇരുന്നോളും. ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ സ്വാധീനം ചെലുത്താൻ ആരെ കൊണ്ടും പറ്റുന്നില്ല. അതാ ഇവിടെ പറയണത്. അതെന്തിനെയൊക്കെ ആശ്രയിച്ചു വരും. ഈ പലതരത്തിലുള്ള വൃത്തികളെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഗന്ധം കൊണ്ടും കാഴ്ച കൊണ്ടും അതുപോലെ ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങൾ നമുക്ക് ഓരോന്ന് പകർന്നു തരുന്നു. അതിനനുസരിച്ച് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ പ്രവൃത്തികൾ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയ്ക്ക് ഉണ്ടാവുന്നത് പലതരത്തിലുള്ള നമ്മുടെ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഒക്കെ പറയുമ്പോൾ കോമ്പിനേഷനുകൾ എന്ന് പറയും. അപ്പോൾ ഈ 3 ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് പറഞ്ഞു 3 ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിൽക്കണില്ലല്ലോ. അത് സത്വം കൂടിയ കുറഞ്ഞ രജോ ഗുണമുള്ളത്,
രജോ ഗുണം കൂടിയ സത്വഗുണം കുറഞ്ഞുള്ളത്, പിന്നെ തമോ ഗുണം കൂടിയ കുറച്ച് സത്വഗുണമുള്ളത്. ഇങ്ങനെ എത്ര എത്ര കോമ്പിനേഷൻസാണ്. നമ്മൾ നിറങ്ങളെ പറ്റിയിട്ട് 3 നിറങ്ങളേ ഉള്ളൂ ആധികാരികമായിട്ടുള്ള നിറങ്ങൾ. ഇപ്പം നമ്മൾ എടുക്കുന്നത് ആ 3 നിറമുള്ള വസ്ത്രം മാത്രമേ ഉള്ളൂ? അല്ല, എത്രയോ നിറങ്ങൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അത് എവിടെ നിന്നാണ് ഉണ്ടാവണത്? ഇങ്ങനെ പലതും കൂട്ടി കൂട്ടി ചേർക്കുകയാണ്. ലോകത്തിൽ അതിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് പറയണത്, ദ്രവ്യ സ്വഭാവ ആശയ കർമ്മകാലൈ. ഇതുകൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നത്. ദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ചേർത്തിട്ടാണ്, ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം ചേർന്നിട്ടുള്ളതിനെയൊക്കെ കൂടിയിട്ട് നമ്മൾ ദ്രവ്യങ്ങൾ എന്ന് പറയും. ദ്രവ്യങ്ങൾ, അതുപോലെ അവയുടെ സ്വഭാവങ്ങൾ, അതുപോലെ അവ എന്തിനാണോ ഇവിടെ ഉണ്ടാക്കപ്പെട്ടത് അതിൻ്റെ ആശയങ്ങൾ, അതോടൊപ്പം തന്നെ കർമ്മം, ജീവനുള്ളവയാണ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ കാലം, ഇതൊക്കെ അതിനെ ബാധിക്കും. നമുക്ക് ചിലതൊക്കെ വേഗം മനസ്സിലാവും. കാലം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ശരിയാണ്. അതായത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ജീവിച്ചിരുന്ന കാലത്തല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ അറിവുണ്ടാക്കാനുള്ള ഏറ്റവും വലിയ ഉപാധികളായിരുന്നു ഒരു കാലത്ത് പുസ്തകങ്ങൾ. ഇന്ന് അറിവുണ്ടാക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി പുസ്തകങ്ങൾ ഉണ്ട് എന്നുള്ളതിനോടൊപ്പം തന്നെ മറ്റു ഈ മൊബൈൽ എന്ന് പറയുന്നതും കമ്പ്യൂട്ടർ എന്ന് പറയുന്നതും ഒക്കെ ഒരു എഴുത്തെന്ന് പറഞ്ഞ സാധനം, എഴുത്തെന്ന് പറഞ്ഞാൽ കത്തെന്ന് പറഞ്ഞ സാധനം നമ്മൾ അയക്കാണ്ടേ. പോസ്റ്റ് ഓഫീസിന്റെ പണിയൊക്കെ മാറ്റി നമ്മൾ, അല്ലേ? വേറെ പല സമ്പത്തുമായിട്ട് ഇടപെട്ട പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലുള്ളൂ. പല കളക്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. എഴുത്തെന്ന് പറഞ്ഞ സാധനം ആരും അതിൽ കൊണ്ടുവരില്ല. അത്യാവശ്യമുള്ളത് മാത്രം, ചില അപേക്ഷകളോ, എന്നാലും അതൊക്കെ ഇമെയിൽ വഴിയാണ് പോണത്. അപ്പം ഇനി ഇത് പോരാതെ ഒരു ഹാർഡ് കോപ്പി കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തിയിലേക്ക് കിടക്കുന്നുള്ളൂ. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് പലതും മാറുന്നുണ്ട്. കർമ്മങ്ങളുടെ സ്വഭാവങ്ങൾ മാറുന്നുണ്ട്. ആൾക്കാർ ഇതുപോലെ തന്നെ ആദ്യം ഒരച്ഛനും ഒരു അമ്മ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് കുറച്ച് മക്കളുണ്ടായി, അവർക്ക് മക്കളുണ്ടായി. അപ്പോൾ എത്രയോ സ്വഭാവങ്ങൾ അപ്പോൾ കൂടി വരുന്നുണ്ട്. ഇങ്ങനെ പലതും തമ്മിൽ ചേർന്ന് വരുമ്പോൾ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് വൃത്തികൾ ഇവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ജനം പെരുകുന്നതനുസരിച്ച് നമ്മൾ പറയാറുണ്ട്, ചീത്ത വാർത്തകളും കൂടുന്നുണ്ട്, നല്ല വാർത്തകളും കൂടുന്നുണ്ട്. എന്താ? ആൾക്കാർ കൂടുതലാണ്. പണ്ട് എത്രയോ കോടി, ഒരു 50 കോടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പം 160 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ 160 കോടിക്കും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. നല്ലതും ഉണ്ടാവും, ചീത്ത ഉണ്ടാവും. അപ്പോൾ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെയൊക്കെ സ്വഭാവങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വൃത്തികൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അച്ഛനമ്മമാർ ചിന്തിക്കുന്നതൊന്നും ആയിരിക്കില്ല മക്കൾ ചിന്തിക്കുന്നത്. ആ മക്കൾ ചിന്തിക്കുന്നതാവില്ല അടുത്ത മക്കൾ ചിന്തിക്കുന്നത്. അടുത്തൊരു തലമുറ വരുമ്പോഴേക്കും അതിൻ്റെ കൂടെ വേറെ പലതും കൂടി ചേർന്നിട്ടുണ്ടാവും, വേറെ പലതും ഇല്ലാതെയായി പോയിട്ടുണ്ടാവും. ഇങ്ങനെ വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള വ്യാപാരങ്ങൾ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിന് പിന്നെ ആരും ഉത്തരവാദികളല്ല. അതാ ഇവിടെ പറയണത്. ഈ ഏകാദശമാണെന്ന് പറഞ്ഞുല്ലോ മനസ്സിൻ്റെ പ്രവൃത്തികൾ, അതിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ തൃശ്ശൂരെ പൂരത്തിന് നമ്മൾ പറയണ പോലെ നിലമിട്ട് പൊട്ടുക എന്ന് പറയില്ലേ, ഒന്ന് പൊട്ടി അതിൻ്റെ ഉള്ളിൽ നിന്നാണ് അടുത്ത് പൊട്ടുക. ഇവിടെ നിന്ന് വിടണതൊന്നും അല്ല എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വിടുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് അറിയുന്നില്ല. അതിങ്ങനെ പൊട്ടി നമ്മൾ തമാശയായിട്ട് പറയുന്നത് 8 നിലയിലൊക്കെ പൊട്ടി എന്ന്. അത് ശരിക്കും തൃശ്ശൂർ പൂരത്തിൽ നിന്ന് വന്നതാണെന്ന് തൃശ്ശൂർക്കാരായ നമുക്കെല്ലാവർക്കും അഹങ്കാരത്തോടു കൂടി പറയാം. ഈ മുകളിലേക്ക് വിടുന്ന പടക്കങ്ങളാണ്, ഒന്നിൻ്റെ ഉള്ളിൽ നിന്ന് അടുത്തത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് അടുത്തത് എന്നുള്ള രീതിയിലാണ് പുറത്തേക്ക് വരുന്നത്. അത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഈ 8 നിലയിൽ പൊട്ടി എന്നുള്ളത് നമ്മൾ വ്യവഹരിച്ച് ഏറ്റവും പൊട്ടയായിട്ടുള്ള എന്തോ ഒന്നിനെ, തോറ്റ് തുന്നമ്പാടിയോ ഒന്നിനെയാണ് നമ്മൾ 8 നിലയിൽ പൊട്ടി എന്നൊക്കെ പറയാം. അതുപോലെയാണ് നമ്മുടെ പ്രവൃത്തികളും വ്യാപാരങ്ങളും ഒക്കെ. ഒന്ന് ചെയ്യുന്നു, അതിനെ പരിപാലിക്കാൻ വേണ്ടി അടുത്ത ചെയ്യേണ്ടി വരുന്നു, അല്ലേ? നുണയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരു നുണയെ, ഒരു പൊളി പറഞ്ഞാൽ അതിനെ രക്ഷിക്കാൻ വേണ്ടി വേറെ 3-4 എണ്ണം പറയേണ്ടി വരിക, പിന്നെ അത് ഓർത്തു വെക്കേണ്ടി വരിക, പിന്നെ അതിനെ ഓർമ്മയില്ലാണ്ടേ ആവാതിരിക്കാൻ വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ പലതും പറയേണ്ടി വരും. ഇങ്ങനെ എന്തെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ചെറുതായാലും വലുതായാലും. കുഞ്ഞു നുണയൊക്കെ ആണെങ്കിൽ കോട്ടയെന്ന് വയ്ക്കുക, എവിടെയെങ്കിലും പോയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ബാക്കി ആൾക്കാരെ അവരുടെ ജീവിതം തന്നെ തുലയ്ക്കുന്ന രീതിയിലുള്ള നുണകളും പൊളികളും ആവശ്യമില്ലാത്തതൊക്കെ പറയാതിരിക്കണം. അത് പറയാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സ് നിയന്ത്രണം വിട്ടു പോകുമ്പോഴാണ് മറ്റുള്ളവരുടെ സാധനങ്ങൾ നമ്മളുടേതാക്കണം, കളവ് ചെയ്യണം, വേണ്ടാത്തത് പറയണം, മറ്റുള്ളവരെ തോൽപ്പിക്കണം. ഈ മത്സരബുദ്ധി, അതിനെപ്പറ്റി ഇപ്പോൾ പറയും. 6 വികാരങ്ങളുണ്ട്. അത് രൂപമെടുത്ത് ഇങ്ങനെ തെളിഞ്ഞ്
പ്രകാശിച്ച് നിൽക്കുക നമ്മൾ. എന്താ കാമക്രോധാദികൾ അതില്ലാതെ ഒരു മനുഷ്യനില്ല. അതില്ലാത്ത ഒരാളാണ് ജഡഭരതൻ. മനുഷ്യരൂപത്തിൽ തന്നെയാണ് ചരിക്കുന്നതെങ്കിലും ഇതിൻ്റെ ഉപദ്രവമില്ലാത്ത ഒരാളാണ്. ആ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, അതിനുള്ള പഠിപ്പിന് വേണ്ടിയിട്ടാണ് രഘുഗുണൻ പോയത്. അതിൻ്റെ ഒരു പടിയൊക്കെ ചവിട്ടിയിട്ടുണ്ടാവാം. നമ്മൾ അതിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോണു, അത്രേ നമ്മളായിട്ടുള്ളൂ. ആയവരുണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. ചിലപ്പോൾ ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ ഞാൻ പറയുന്ന ബഡായികളും ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ പറയണത് വളരെ ആധികാരികമാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. എന്നേക്കാൾ ജീവിത പരിചയം സമ്പത്ത് കൂടിയ ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ അറിവെന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും പ്രായം കൊണ്ട് കിട്ടുന്ന ഒരു അറിവുണ്ടല്ലോ, അത് വളരെ വലുതാണ്. ചെറിയ കുട്ടികൾ വലിയ വലിയ സിദ്ധാന്തങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നത് അതാ. വായടയ്ക്കാൻ പറയില്ല വലിയ, അതിനോട് നമുക്ക് എന്തോ ഒരു യോജിപ്പില്ലായ, അതൊന്നും കുറേ ജീവിക്കാണ്ടൊന്നും കിട്ടില്ല ചിലതൊന്നും. അമ്മയാവാതെ അമ്മയെ എന്താ ചിന്തിക്കണമെന്ന് പറയാൻ പറ്റില്ല. അച്ഛനാവാതെ അച്ഛൻ്റെ മനോവ്യഥകൾ എന്താണെന്ന് പറയാൻ പറ്റില്ല. വെറുതെ പുസ്തകത്തിൽ വായിച്ചിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി പറയാം എന്നല്ലാതെ ശരിക്കും അതങ്ങടെ ഉള്ളിലേക്ക് വരണമെങ്കിലും നമ്മൾ ആ തലത്തിലൂടെയൊക്കെ കടന്നു പോകണം. അതിനാണ് മനസ്സ്. അത് മനസ്സിൻ്റെ ശക്തി അവിടെയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും പഠിക്കണം. അവിടെയാണ് ആ ആർജവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് അവിടേക്ക് എത്തില്ല. നമ്മളെപ്പോഴും വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ചാടിക്കൊണ്ടേയിരിക്കും. ആചാരാനുഷ്ഠാനങ്ങൾ അവിടെ തന്നെ നിർത്തും. എന്നിട്ട് അടുത്ത ആളത് ചെയ്തില്ലെങ്കിൽ അവരെ ചീത്തയും പറയും. അപ്പം അത് ചെയ്തില്ല, നേരത്തെ എണീറ്റില്ല, കുളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതൊക്കെ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കും. അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. നമ്മൾ സ്വയം ആചരിക്കുക. ആചരിച്ച് നമ്മൾ നന്നായി കാണിച്ചു കൊടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ അവരും ചെയ്തോളും. കുട്ടികൾ, മക്കൾ, അവരാണല്ലോ നമ്മൾ പറഞ്ഞാൽ ലവലേശവും കേൾക്കാത്ത ആൾക്കാർ. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് മക്കളായിട്ട് ജനിക്കുക എന്നാണ് സംസ്കൃതത്തിൽ എവിടെയോ വായിച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? നമ്മൾ തോൽക്കും ഉറപ്പായിട്ട്. മക്കളുടെ മുമ്പിൽ അച്ഛനമ്മമാർ പലപ്പോഴും തോൽക്കും. തോറ്റില്ല എന്നൊക്കെ നമ്മൾ ഞെളിഞ്ഞ് നിന്നൊക്കെ കാണിച്ചു കൊടുക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വേദന കൊണ്ട് പൊളയും. എന്താ എൻ്റെ കുട്ടികൾ ഇങ്ങനെ പെരുമാറണത്, എന്താ ഞാൻ പറഞ്ഞത് അവർ മനസ്സിലാക്കാത്തത്? അവർ മനസ്സിലാക്കും. എപ്പോൾ? അവരൊരമ്മയാവുമ്പോൾ ഒരച്ഛനാവുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതുവരെ തർക്കിച്ച് തല്ലൂടി അവർ ജയിച്ചു നിൽക്കും. നമ്മൾ പലരോടും ജയിച്ചിട്ടുണ്ടാവും. മക്കളുടെ മുമ്പിൽ അമ്പേ പരാജയപ്പെട്ടവരാണ്. അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആവാം. അങ്ങനെ ആയാലേ നല്ല അമ്മയും നല്ല അച്ഛനൊക്കെ ആവുള്ളൂ. ഇടയ്ക്ക് തോൽക്കണം. തോൽക്കാത്ത അച്ഛനമ്മമാരുടെ മക്കൾ നന്നല്ല. അവരെ ഏത് വഴിക്കാണ് പോകണ്ടാവുക എന്നുള്ളത്. അവർക്ക് പിന്നെ അവിടെ ജീവിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അല്ലെ, അച്ഛനമ്മമാരുടെ അടുത്ത് കുട്ടികളുണ്ടാവില്ല. ആ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒന്നും ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. പല കുട്ടികളുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഈഗോ ആണ്. തോൽക്കാനുള്ള മടി. നമുക്ക് തോറ്റോളൂ, ഒന്ന് തോറ്റു കൊടുത്തോളൂ, നമ്മുടെ മക്കളല്ലേ, നമ്മളായിട്ട് സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നവരല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കാര്യങ്ങളൊക്കെ വെച്ചാൽ തോറ്റു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരെ ഒരു നേരം കഴിഞ്ഞ് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും. ആ നേരത്ത് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, നമുക്കും മനസ്സിലാവില്ല. നമ്മൾ ഈ വാദിക്കാനും തർക്കിക്കാനുള്ള ബലത്തിലിരിക്കുമ്പോൾ അപ്പോൾ ഒന്നും ആർക്കും മനസ്സിലാവാത്ത നേരമാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് ആലോചിച്ചാൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. മനസ്സിനെ പറ്റി അങ്ങനെ ചിന്തിക്കണം എന്നാണ് പറയണത്. എന്താ അപ്പം എന്നെ വിഷമിപ്പിക്കുന്നത്, എന്താണ് എന്നെ ദേഷ്യപ്പെടുത്തുന്നത് എന്ന് നമ്മളങ്ങോട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് എന്താണ് പറയുക, ക്രോധത്തോട് കൂടിയിട്ടൊക്കെ പുറപ്പെടുമ്പോൾ അപ്പോൾ തന്നെ തിരിഞ്ഞ് മനസ്സിലേക്ക് പോവുക. എന്താ നിന്നെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, എന്താ അവിടുത്തെ വിഷയം? നമ്മുടെ കാലുമ്പോൾ ഒരു മുള്ള് കയറി, നമ്മളെന്താ എവിടെ ചവിട്ടിയാലും ആ വേദന ശരിക്കും കൊടുക്കണേ എന്ന് നോക്കിയിട്ട് അവിടെ പോയി തോണ്ടിയാൽ മുള്ളു പോവും. അല്ലാതെ അതിൻ്റെ ചുറ്റുവട്ടത്ത് അതിൻ്റെ അപ്പുറത്തൊന്നും തോണ്ടിയാൽ മുള്ളു പോവില്ല, വേദന കൂടും. കുത്തിയൻ്റെ വേദനയും മുള്ളിൻ്റെ വേദനയും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ശരിക്കും കൃത്യമായ ദിക്കിൽ ചികിത്സിച്ചാൽ ഭേദമാവുന്നതേ ഉള്ളൂ മനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള ഈ സഞ്ചാരങ്ങളും. അപ്പോൾ മനസ്സിനെ ഇങ്ങനെ ഞാൻ അതുപോലെ നിങ്ങളെല്ലാവരും ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ഇവിടെ ജനങ്ങളുണ്ട്. അവരുടെയൊക്കെ മനസ്സ്, ബുദ്ധി പലതും നമുക്ക് ഉപദേശിച്ചു തരാൻ നോക്കുക. അതേ കൂടെ പോവരുത്, തെറ്റാണ്, അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിയെ മാറ്റി നിർത്തി മനസ്സിൻ്റെ പിന്നാലെ പോകും. അങ്ങനെ നമ്മൾ പല അബദ്ധങ്ങളിലും പോയി ചാടും. പറഞ്ഞിട്ടില്ലേ, നമ്മളോട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ബുദ്ധി പറഞ്ഞു തന്നിട്ടുണ്ടാവും അരുതാത്തത് ചെയ്യരുത്. നമ്മളെപ്പോഴും പറയാറില്ലേ, മനസ്സാക്ഷിയോട് ചോദിക്കണം. മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ മനസ്സല്ല, മനസ്സിനും സാക്ഷിയായിട്ടുള്ള ബുദ്ധിയാണ്. ബുദ്ധി ശരിക്കും പറഞ്ഞു തരും. അല്ലെങ്കിൽ അറിയില്ല, ബുദ്ധിക്കും അറിയില്ലെങ്കിൽ അടുത്ത ആളോട് ചോദിച്ചോളൂ, അതും പറഞ്ഞു തരും. അപ്പം നമ്മൾ തൽക്കാലം ആരോടും ചോദിക്കാനൊന്നും പോവില്ല. നമ്മൾ തന്നെ ഞങ്ങളൊരു തീരുമാനം എടുക്കുക, എനിക്കിതാ ശരിയെന്ന് തോന്നി നിന്ന്. ആയിക്കോട്ടെ, നല്ലത് വന്നു ചേരുന്നതാണ്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്തതാണെങ്കിൽ ശരിയാണ്. പക്ഷെ മനസ്സ് നമ്മുടെ ഇഷ്ടങ്ങൾക്ക്
പ്രിയങ്ങൾക്ക് കൂടെ സഞ്ചരിക്കുന്നതാണ്. ബുദ്ധിക്ക് അതല്ല. ബുദ്ധി വേണ്ടത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇങ്ങനെ നിയന്ത്രണാതീതമായിട്ടുള്ള വ്യാപാരങ്ങൾ ഇങ്ങനെ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് മനസഹ വികാരാഹ, മനസ്സിന്റെ വികാരങ്ങൾ സഹസ്രശ ശതശ കോടിശ്ച, ആയിരക്കണക്കിന്, നൂറുകണക്കിന്, അല്ലെങ്കിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, കോടിക്കണക്കിന്, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയ്ക്ക്. ജീവിതകാലം മുഴുവനും ഇവിടെ നമ്മൾ ഇതൊക്കെ തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് എവിടെ നിന്നാണ്ടാവുന്നത്? നമ്മളാരും ഉദ്ദേശിച്ചിട്ടോ വേണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും അല്ല അതുണ്ടാവുന്നത്. അത് പറയാണ് മിഥഹാന, തമ്മിൽ ചേർന്നിട്ട് പുതിയതായിട്ടൊന്നും ഉണ്ടാവുമെന്നല്ല. ഇതൊന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ ഇങ്ങനെയാണ് അതിൻ്റെ ഗതി. അത് ഭഗവാൻ, ആ പരബ്രഹ്മമായിട്ടുള്ള പരമ്പൊരുളായിട്ടുള്ള ആ സച്ചിദാനന്ദ അനന്ത അദ്വയമായിട്ടുള്ള ബ്രഹ്മം നിശ്ചയിച്ചു വച്ചിരിക്കുന്നതാണ്. ഇതിങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അങ്ങനെ കയറൂരി വിടാതിരിക്കുക, അതിനെ ഒന്ന് നിയന്ത്രിക്കുക. അപ്പോൾ നമുക്ക് പിന്നാക്കം, അതാണ് ആ മുമ്പാക്കം പോകുന്ന മനസ്സിൻ്റെ ആ ഒരു പതനം ഉണ്ടാവുമല്ലോ, ഇപ്പം എടുത്ത് ചാടി ചെയ്തേക്കാം എന്ന്. അപ്പോൾ ഒന്ന് നിയന്ത്രിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നമുക്ക് തോന്നും. ഈ വികാരം വന്ന് ഭവിക്കുമ്പോൾ ഒന്ന് ഏൽക്കരുത്. അത് ചെയ്യാമെന്നോ അത് ചെയ്യില്ല എന്നോ രണ്ടും പറയേണ്ട കാര്യമില്ല. ആ വികാരമാണ് നമ്മളെ അപ്പം നിയന്ത്രിക്കുന്നത്, വിചാരമല്ല. വിചാരത്തോടു കൂടി ചെയ്യുമ്പോൾ പലതും പിന്നെ ശരിയായിക്കോളും. അതിന് ട്രെയിനിങ് എടുക്കണം. അതാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ആ ട്രെയിനിങ് ഇല്ലാതെ മുമ്പാക്കം പോയിട്ട് കാര്യമില്ല. നമ്മൾ ആർക്കും മാതൃകകളാവില്ല, ആരും ഓർക്കില്ല. 10 ദിവസം കഴിഞ്ഞാൽ, ഒരു കൊല്ലം കഴിഞ്ഞാൽ ആരെയും ഓർക്കില്ല, അത് വേറെ കാര്യം. നമ്മളാരും മഹാത്മാഗാന്ധികളോ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല. നമ്മളെ ഓർക്കണമെങ്കിൽ, അച്ഛനമ്മമാരെന്നുള്ള നിലയ്ക്ക് മക്കളെങ്കിലും ഓർക്കണമെങ്കിൽ നമ്മൾ ഈ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചേ മതിയാവൂ. അതാണ് രഘുഗുണന് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം. 11-ാമത്തേത് ഒരുമിച്ചുമല്ല. ദ്രവ്യസ്വഭാവാശയ കർമ്മകാലൈ ഏകാദശാമീ മനസോ വികാര സഹസ്രശ ശതശ കോടിശ്ച ക്ഷേത്രജ്ഞതോ നമിധോ നസ്വതസ്യു. അതാണ് തന്നെത്താൻ ഉണ്ടാവുന്നതാണോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തമ്മിൽ ചേർന്നുണ്ടാവുന്നതാണോ എന്ന് പറഞ്ഞാലും അതല്ല. ക്ഷേത്രജ്ഞത എന്താണ്? ആരാണ് ക്ഷേത്രജ്ഞൻ? അത് പറയാൻ പോകുന്നുണ്ട്. ആരെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് വിളിക്കുന്നത്? എന്താണ് ക്ഷേത്രം എന്ന് ഗീതയിലൊക്കെ പറയണത് തന്നെയാണ് ഇവിടെ പറയണത്. നമുക്ക് 12-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ക്ഷേത്രജ്ഞയേതാ മനസോ വിഭൂതിർജീവസ്യ മായാരചിതസ്യ നിത്യാഃ ആവിർഹിതാ ക്വാപി തിരോഹിതാശ്ച ശുദ്ധോ വിചഷ്ടേ ഹ്യവിശുദ്ധകർത്തു. ശ്ലോകം ചൊല്ലാം, ഞാൻ ഓരോ വരി ചൊല്ലാം. ക്ഷേത്രജ്ഞയേതാ മനസോ വിഭൂതിഃ ജീവസ്യ മായാരചിതസ്യ നിത്യാഃ ആവിർഹിതാ ക്വാപി തിരോഹിതാശ്ച ശുദ്ധോ വിചഷ്ടേ ഹ്യവിശുദ്ധകർത്തു. ഈ വ്യാപാരങ്ങളെ പറ്റിയിട്ട് പറയാണ് അവിശുദ്ധകർത്തു എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധി നമ്മൾ ഈ പറഞ്ഞുല്ലോ നേരത്തെ, ഇതിലൊന്നും കൂടുതൽ കെട്ടുപിണയാതെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ശുദ്ധവൃത്തിക്കാരാണ്. അതല്ലാത്തവരെയാണ് അവിശുദ്ധന്മാര് എന്ന് പറയണത്. അതാണ് അവിശുദ്ധമായിട്ടുള്ള കർമ്മങ്ങളും വ്യാപാരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അവിശുദ്ധ കർത്ത. വിശുദ്ധമല്ലാതെ, നന്മയ്ക്ക് വേണ്ടിയിട്ട്, നല്ലതിനു വേണ്ടിയിട്ടല്ലാതെ അവരവരുടെ സ്വേച്ഛയ്ക്കനുസരിച്ച് മനസ്സിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ, അതാണ് അവിശുദ്ധ കർത്തു. വിശുദ്ധിക്ക് കാരണമല്ലാത്തതായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക്. അതുപോലെ മായാരചിതസ്യ, അങ്ങനെ വരുമ്പോൾ ആ ആളെ എന്താണ് ആവേശിക്കുക? മായ. എന്താണ് മായ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, യാ മാ സാ മായ. യാതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ. എന്തുകൊണ്ടാണ് പിന്നെ അതിനെ മായ എന്ന് പറയുന്നത്? നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷേ
അത് ചില ഈ വേദാന്ത തത്വത്തിൽ പറയും പല തലങ്ങളുണ്ട്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നൊക്കെ പറഞ്ഞ പല തലങ്ങളുണ്ട് മനസ്സിന് അല്ലെങ്കിൽ ബുദ്ധിക്ക്. അതിൽ ഈ സ്വപ്നത്തിൽ കാണുന്നത് നേരത്തെ പറഞ്ഞല്ലോ, സ്വപ്നത്തിൽ കാണുന്നത് ആ സമയത്ത് മാത്രമേ ശരിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഉണർന്നാൽ നമുക്കതൊന്നും ശരിയല്ല, ഇതൊന്നുമല്ല. ഇനി ഗാഠമായിട്ടുള്ള ഉറക്കത്തിൽ എന്താണോ ഉണ്ടാകുന്നത് അതൊന്നും ജാഗ്രത ആയിരിക്കുന്ന, ഉണർന്നിരിക്കുന്ന, ജാഗ്രത എന്ന് പറയുന്നതിനൊക്കെ വേറെ അർത്ഥങ്ങളുണ്ട് കേട്ടോ. എല്ലാ ഇന്ദ്രിയങ്ങളും ലോകത്തിലേക്ക് തിരിച്ചുകൊണ്ട്, എന്നാൽ ഒന്നുമായിട്ടും ബന്ധപ്പെടാതെ ജീവിക്കുന്ന, എല്ലാം തിരിച്ചറിവോടുകൂടി ഇരിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികൾ എന്നൊക്കെ പറയും. ഇതൊക്കെ പല തലങ്ങളാണ്. നമ്മൾ പറയാറുണ്ട് വ്യാവഹാരിക സത്ത, എപ്പോഴും പറയുന്നതാണ്, വേദാന്തികളുടെ ഒരു വാക്കാണ് വ്യാവഹാരികം. എന്താ വ്യാവഹാരികം എന്ന് പറഞ്ഞാൽ? ഈ രഘുഗുണൻ അങ്ങനെയാണല്ലോ, ഓരോ പദവികളും വ്യാവഹാരികങ്ങളാണ്. ഇപ്പം ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മാഷാണ് അല്ലെങ്കിൽ ടീച്ചറാണ്, പ്രിൻസിപ്പാളാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വ്യാവഹാരികമാണ്. എത്രാമത്തെ അല്ലെങ്കിൽ 57ാമത്തെ വയസ്സായാൽ ഞാൻ വെറുതെ വീട്ടിൽ പോയിരിക്കും, പിന്നെ പ്രിൻസിപ്പാളാണെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, അത് വ്യാവഹാരികമായിരുന്നു. അപ്പോൾ അത് തൽക്കാലത്തേക്ക് പേര് കൊടുക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ന ആളാണ്, ഇന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊരു താൽക്കാലികമാണ്. അതിനെയാണ് വ്യാവഹാരികം എന്ന് പറയുന്നത്. അതിനെ എന്നത്തേക്കുമാണ് എന്നുള്ള തെറ്റിദ്ധരിക്കലാണ് മനുഷ്യൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണുന്നതൊന്നും യഥാർത്ഥത്തിലുള്ളതല്ല. അപ്പോൾ നമുക്ക് തോന്നും, അപ്പൊ സ്വപ്നത്തിൽ കാണുന്ന പോലെ തന്നെയാണിത്. അതാരാ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? ആചാര്യന്മാരൊക്കെ പറയും ഇതൊന്നും ഇങ്ങനെയല്ല, നമ്മൾ കാണുന്നു ഈ മരം എങ്ങനെയാണ്, ഈ കെട്ടിടം എങ്ങനെയാണ്, ഇതൊക്കെ ഇവിടെ കാണുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ തന്നെ അല്ലത്രേ, അത്രേ പറയാൻ പറ്റുള്ളൂ. കണ്ടവർ പറയുന്നുണ്ട്, കണ്ടവർ വിസ്തരിച്ച് പറയുന്നുണ്ട്, ഇതൊക്കെ വെറുതെ തോന്നലാണ്. ആ തോന്നലുകൾ ആരാണോ നമുക്ക് ഉണ്ടാക്കി തരുന്നത് അതിനെയാണ് മായ എന്ന് പറയുന്നത്. മായ എന്ന് പറഞ്ഞ തത്വം ഉണ്ടാക്കിയത് ആരാ? മായ എന്ന് പറഞ്ഞ തത്വത്തിനെ ആ പേരിട്ട് വിളിച്ചത് ആരാ? മായ എവിടെ ഉണ്ടെങ്കിലും ആ പേരിട്ട് വിളിച്ചത് ശങ്കരാചാര്യരാണ്. എന്തിനു വേണ്ടിയിട്ട്? അദ്വൈതം എന്നുള്ള സങ്കല്പം എന്നുള്ള ആ സത്യത്തിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവോ ബ്രഹ്മൈവ നാപരഹ, ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മൻ തന്നെയാണ്. അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് ഈ ജീവൻ്റെ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ ഇതൊക്കെ കാണുന്നതായിട്ട് തോന്നുന്നത് അതൊക്കെ മായയാണ്. അപ്പോഴാണ് മായയുടെ ആവശ്യം വരുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് ജീവൻ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ഈ ജീവൻ ഇവിടെ ജീവിക്കുന്നവനാണ്, ഇത് ഈ കർമ്മപാശങ്ങളിൽ പെടുന്നവനാണ്, ഈ ലോകത്തിനെ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചയിൽ കാണുന്നവനാണ്. ആ ആളെയാണ് നമ്മൾ ജീവാത്മാവ് എന്ന് വിളിക്കുന്നത്. ആ ജീവാത്മാവ് മായയോട് കൂടി നിൽക്കുമ്പോഴാണ് അതിനെ ജീവാത്മാവ് എന്ന് വിളിക്കുന്നത്. മായ പോകുമ്പോൾ നമ്മളൊക്കെ പരബ്രഹ്മസ്വരൂപികളാണ്. നമ്മുടെ ഉള്ളിലുള്ളത് ഇതൊക്കെ തന്നെയാണ്. പുറമേ ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞല്ലോ, ഒരു കുപ്പി ഉപ്പുവെള്ളം നിറച്ചുകൊണ്ട് കടലിൽ കൂടെ കൊണ്ട് നടക്കുന്ന പോലെയാണ്. അതിനുള്ളിലുള്ളതും പുറത്തുള്ളതും ഒന്നാണ്. പക്ഷേ ഒരു ആവരണം അതിനെ വേറെയാക്കി നിർത്തുന്നു, ശരീരം എന്ന് പറഞ്ഞ ഈ ആവരണം. അപ്പോൾ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ ഈ മനസ്സിൻ്റെ വിഭൂതികൾ ഉണ്ടാകുന്നത് മായയിൽ നിന്നാണ്. ആ മായ ഇതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും. അത് ആർക്ക് അനുഭവവേദ്യമാണ്? അവിശുദ്ധ കർത്താവിന്. അവിശുദ്ധമായിട്ട് മോക്ഷപ്രാപ്തിയിലേക്ക് അല്ലാതെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ തോന്നും. അതിൽ നിന്ന് മാറി നടക്കുന്ന ശീലിച്ച ഒരാൾക്ക് ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല, ഇതല്ല ശരി എന്നുള്ള തിരിച്ചറിവും ഉണ്ടാകും. അതാണ് ഈ തത്വങ്ങളുണ്ടല്ലോ, അത് ആവിർഹിതാക്വാപി തിരോഹിതാശ്ച. ആവിർഹിതങ്ങള്, തിരോഹിതങ്ങള്. ആവിർബഭുവ എന്ന് പറയും. ആവിർബഭുവ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പിൽ അവതരിച്ചു. ആവിർഹിതം എന്ന് പറഞ്ഞാൽ കാണാൻ പാകത്തിന്, അനുഭവിക്കത്തക്ക രീതിയിൽ കാണാൻ. അതാണല്ലോ പറഞ്ഞത്. വിളക്ക് എന്ന് പറഞ്ഞാൽ തീനാളങ്ങള് അല്ലെങ്കിൽ അഗ്നി. തീനാളം എന്നല്ല, തീയ് അഥവാ അഗ്നി. അഗ്നിയെ ഇവിടെ കാണാൻ പാകത്തിന് ഇവിടെ കൊളുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഗ്നിക്ക് കാണാൻ പറ്റാത്തൊരു രൂപമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാത്തിനും കാണാൻ പറ്റുന്ന രീതിയിലും ഇവിടെ ഈ പഞ്ചഭൂതങ്ങൾക്ക് നിലനിൽപ്പുണ്ട്. കാണാൻ പറ്റുന്ന രീതിയിൽ, അനുഭവവേദ്യമാകുന്ന രീതിയിലും നിലനിൽപ്പുണ്ട്. ഇവിടെ ഫാൻ ഇട്ടത് കൊണ്ട് നമുക്ക് ഇവിടെ വായു ഉണ്ടെന്ന് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഫാൻ ഇട്ടില്ലെങ്കിലോ ഇവിടെ വായു ഉണ്ടോ? സംശയം വരും അല്ലേ? കുറേശ്ശെ മൂക്ക് കൂടെ കയറി പോണതുകൊണ്ട് വായു ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ചുറ്റുപാട് ഇവിടെ വായുവിനെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷേ അനുഭവിക്കുന്നത് ഈ
എന്താണ് ഫാൻ ഇവിടെ കറങ്ങുന്നത് കൊണ്ട് ആ കാറ്റ് നമ്മളെ അടിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെയാണ് എല്ലാ പഞ്ചഭൂതങ്ങളും സൂക്ഷ്മമായിട്ടുള്ള നിലനിൽപ്പുണ്ടവയ്ക്ക്, ബൃഹത് രൂപമായിട്ടുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള നിലനിൽപ്പ്. സൂക്ഷ്മമായിട്ട് പ്രപഞ്ചത്തിൽ ഇത് നിലനിൽക്കുന്നത് പല അംശങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു ജീവശരീരം ഇവിടെ ഉണ്ടാവുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, പഞ്ചത്വം ഗതഃ, അഞ്ചായി തീർന്നു ശരീരം, അഞ്ചായി തീർന്നു എന്ന് പറയുന്ന അയാള് പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു എന്ന് പറയും. മരിച്ചുപോയി എന്നാണ് അർത്ഥം. അതായത് ശ്വാസം ഈ ശ്വാസത്തിലേക്ക് ലയിച്ചു, വെള്ളം വെള്ളത്തിൻ്റെ അംശത്തിലേക്ക് ലയിച്ചു, അഗ്നി അഗ്നിയിലേക്ക് ലയിച്ചു എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളും ചേർന്നതായിട്ടുള്ള നമ്മുടെ ശരീരം അതതിലേക്ക് ലയിച്ചു പോയി. ദ്രവ്യം മണ്ണായിട്ടുള്ളത് അതിലേക്ക് ലയിച്ചു. അപ്പോൾ പൃഥിവ്യം തേജോ വായു ആകാശങ്ങളിലേക്ക് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ചേർന്ന് അത് ഇല്ലാതെയായി പോകുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന രണ്ട് സാധനങ്ങൾ എങ്ങടെ പോണേന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. ഏതൊക്കെയാ? ഈ ബുദ്ധി മനസ്സും. ഇത് രണ്ടും നശിക്കുന്നുണ്ടോ? ഇല്ല. ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് ഭാഗവതത്തിലും നാരായണീയത്തിലും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണ് അടുത്തൊരു ശരീരത്തിലേക്ക് അതിൽ വ്യാപിക്കുന്നത്. അത് ചന്ദ്രലോകത്തിലും സൂര്യലോകത്തിലും ഒക്കെ പോയി തിരിച്ചു വന്ന് പിന്നെ അപ്പോഴത്തേക്ക് ഒരു രൂപം കണ്ടുപിടിക്കും. എവിടെയാ പോകേണ്ടത്? ആ അച്ഛൻ്റെ അമ്മയുടെയും മകനായിട്ടോ മകളായിട്ടോ ജനിക്കാമെന്ന് തീരുമാനിച്ച് അവിടെ പ്രവേശിക്കും. അപ്പോൾ ആദ്യത്തെ സ്വഭാവമൊന്നും മാറില്ല. അതാണല്ലോ ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക്, ഈ കുഞ്ഞു കുട്ടികൾ വിരല് കുടിക്കും. എവിടെ വെച്ചാൽ പുറത്ത് വന്നിട്ടല്ല അത്രേ, ഗർഭസ്ഥാവസ്ഥയിൽ കുഞ്ഞു കുട്ടികൾ വിരല് കുടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ എന്താ പറയുക, വീഡിയോസ്, ഗർഭസ്ഥ ശിശുക്കളെ അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക് ഇതുണ്ടല്ലോ, സ്കാനിങ് ഉണ്ടല്ലോ, അതിലെവിടെയൊക്കെയോ കണ്ടുപിടിച്ചു കുട്ടികൾ വിരല് കുടിക്കുന്നുണ്ട്. അങ്ങനെയാണ് പുറത്ത് വരുമ്പോഴും കുട്ടികൾ വിരല് കുടിക്കുന്നുണ്ട്. ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? കുട്ടികൾക്ക് പാല് കുടിക്കാൻ, മുലപ്പാൽ കുടിക്കാൻ ആരെങ്കിലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. എവിടുന്നാണ് കുട്ടികൾ ഇത് ചെയ്യുന്നത്? നമ്മുടേതല്ലാത്ത കുട്ടികളൊക്കെ ജനിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കൊക്കെ എണീറ്റ് ഓടി തുടങ്ങും. എങ്ങനെയാ പറ്റണത്? ഏറ്റവും ദുർബലരായിട്ടുള്ള കുട്ടികളുണ്ടാവണത് നമുക്കാ അല്ലേ? ഒരു വയസ്സാവണം ഒന്ന് എണീറ്റ് പൊന്തണമെങ്കിൽ. ഒരു കഴുത്തുറയ്ക്കാൻ തന്നെ ഏതാണ്ട് 2-2.5 മാസം പിടിക്കും, എന്നാലേ കമിഴുള്ളൂ. അങ്ങനെയൊക്കെ വളരെ ദുർബലരാ നമ്മൾ. ഏറ്റവും അവസാനത്തെ സൃഷ്ടികൾ ആണ്, ഒപ്പം തന്നെ വളരെ ദുർബലരുമാണ്. ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിയന്ത്രണങ്ങളൊന്നുമില്ല, ധാരാളം ജീവാത്മാക്കൾ ഇങ്ങനെ ഉണ്ടായി പിന്നെയും പിന്നെയും ജന്മങ്ങൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. നമ്മളെങ്ങനെയാണോ ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ ശരിയാക്കി വെക്കുന്നത്, ആ സംസ്കാരം ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളിലേക്ക് വ്യാപിക്കും. അവിടെ തിരുത്തലുകൾ നടത്താൻ പറ്റല് എന്നുള്ളതാണ്. അതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഈ ജ്ഞാനമാർഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതാണ് ഉണ്ടാവേണ്ടത്. അതാണ് 2-3 ജന്മങ്ങളെ കൊണ്ട് ജഡഭരതന് സംഭവിച്ചതായിട്ട് നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തരണത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് മനസ്സിലാവില്ല. അതായത് 3 ജന്മം എടുത്ത ആളാണ് എന്ന് നമുക്ക് മനസ്സിലാവുണ്ടോ? ഇല്ല. നമ്മൾ പറയും ആ ആളുടെ ആ പരമ്പരയിൽ തന്നെ, അല്ലെങ്കിൽ നല്ല ചെറിയ പ്രായത്തിൽ തന്നെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ വരുമ്പോൾ പറയും ഇത് ഈ ജന്മത്തിലൊന്നുമല്ല, ഇത് കഴിഞ്ഞ ജന്മത്തിലെ തുടർച്ചയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ വ്യക്തമാവും. പക്ഷെ അപ്പോഴും നമുക്കറിയില്ല ഇത് ഏതെന്നാ വന്നത് എന്നുള്ളത്. ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ പലതും ഭാഗവതത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആരുടെ മകനാണയ്യോ, ഞാൻ വിശ്വരൂപനോ, ആ കഥ ഞാനിപ്പോൾ മറന്നുപോയി. ഒരു കുട്ടി ഉണ്ടായി. അതാരായിരുന്നു? ആ കഥ ആരുടെ ആയിരുന്നു ഭാഗവതത്തിൽ വരണേ? അവർക്ക് പറയൂ, ആരാണ്? ചിത്രകേതു ഉപാഖ്യാനം. അതന്നെ, ചിത്രകേതു. ഒരു കുട്ടി ഉണ്ടാവണമെന്ന് മോഹിച്ചിട്ട് കുട്ടി ഉണ്ടായി. ആ കുട്ടിയെ കുറേ ഭാര്യമാരിൽ ഒരു ഭാര്യയുടെ മകനായിട്ട് ജനിച്ചു. അതിനെ മറ്റു ഭാര്യമാരൊക്കെ കൂടിയിട്ട് ഞെക്കി കൊന്നു. അവസാനം അച്ഛന് ഭയങ്കര വിഷമായി. അങ്കിരസും അതുപോലെ 2 മുനിമാര്, നാരദനുമാണോ തോന്നുന്നു, അവർ 2 പേരും വന്നിട്ട് ജീവിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ അച്ഛനും അമ്മയും കരയണ കണ്ടില്ലേ, എന്തിനാ മരിച്ചു പോയത് എന്ന് ചോദിച്ചപ്പോൾ ഏത് ജന്മത്തിൽ അച്ഛനും അമ്മയാ കരയണേ എന്ന് ചോദിച്ചു. അതോട് കൂടിയിട്ട് അച്ഛനമ്മമാർക്ക് വൈരാഗ്യം വന്നു എന്നാണ്. അത് കേട്ടാൽ നമുക്ക് ആർക്കായാലും വൈരാഗ്യം വന്നു പോകില്ലേ? ശോ, നമ്മളെ കുട്ടികളെന്ന് പറഞ്ഞിട്ട് നമ്മൾ താലോലിച്ച് വളർത്തുന്ന ഈ പൈതങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഏത് ജന്മത്തിലെ അച്ഛനും അമ്മയാണ്, നിങ്ങൾ എത്രാമത്തെ ജന്മമാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞിറങ്ങിയാൽ വിഷമാണ്. പക്ഷെ എന്നാലും ആ കഥ ഇതിങ്ങനെ സംഭവിക്കണതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആ ഭാഗം നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും മറച്ചു കളയുന്നുണ്ട്.
അതൊന്ന് ചില കുട്ടികൾ അങ്ങനെ ഇന്ന ദിക്കിൽ ജനിച്ച ആളാണ്, എന്നെ അവിടെ വെച്ച് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ കഥകൾ നമ്മൾ പത്രങ്ങളിലോ ഈ പറഞ്ഞ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ വായിക്കുന്നുണ്ട്. ഞാൻ അവിടെ വെച്ച് എവിടെ എത്തുമ്പോൾ അത് നിന്നു പോവുകയാണ്, അവിടെ വെച്ച് ആ കുട്ടി മരിച്ചുപോയി, അതുകൊണ്ട് ബാക്കി കഥ പറയാൻ അതിനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ കഥകൾ അങ്ങനെ പോകുന്ന അത്ര കീനായിട്ടുള്ള അത്രയും ഈ ഒരു പാതയിലൂടെ സഞ്ചരിച്ചവർക്കൊക്കെ ആവണം അതൊക്കെ ഓർമ്മ വരുന്നത്. നമ്മൾ ഈ ഗർഭസ്ഥ അവസ്ഥയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴേക്കും പല കാര്യങ്ങളും മറന്നിട്ടുണ്ടാവും. പക്ഷേ സംസ്കാരങ്ങൾ കുറേയൊക്കെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കും. അത് പരിപോഷിപ്പിക്കണം. നന്നായി ജ്ഞാനമാർഗത്തിൽ കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഇത് തെളിഞ്ഞു തെളിഞ്ഞു വരുള്ളൂ. ഇത് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് മോക്ഷത്തിൻ്റെ പാതയിൽ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പിന്നാക്കം പോകരുത്. കുറേ അധികം മുമ്പാക്കം പോയിട്ടില്ലെങ്കിലും അടിച്ചടിച്ച് പിന്നാക്കം തന്നെ പോയിക്കൊണ്ടിരിക്കുക. 4 പടി മുമ്പാക്കാം 8 പടി പിന്നാക്കം എന്ന് പറഞ്ഞാൽ പിന്നെ അവസാനം കിണറ്റിൽ തന്നെയാണ് എത്തുക. ഒരു തവളയുടെ ചുവട് വെച്ചാൽ എത്ര ദിവസം കൊണ്ട് അത് മുകളിൽ കയറും എന്നൊക്കെ പറഞ്ഞ് കണക്കുകൾ നമുക്ക് തരാറുണ്ട്. അത് മുകളിലേക്ക് എത്തില്ല. അത് ചവിട്ടുപടി വെച്ച് താഴത്തേക്കാണ് പോണത്, ഇരട്ടിയാണ് താഴേക്ക് പോണത്. ആ ഒരു രീതിയിലേക്ക് നമ്മളാരും മാറിപ്പോകരുത്. അറിവിൻ്റെ മാർഗത്തിലേക്ക് എത്തിയാൽ അത് കൂടുതൽ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. ഈ കഥകളുണ്ടല്ലോ, ജാബാല സത്യകാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ കേട്ടിട്ടുണ്ടോ? അത് ഉപനിഷത്തിലൊക്കെ പറയുന്നതാണ്. ഏത് ഉപനിഷത്തിലാണ്? കഠോപനിഷത്തല്ല, ഛാന്തോഗ്യോപനിഷത്തിലെ ഒരു ബാലകന്റെ കഥയാണത്. പേര് സത്യകാമൻ എന്നാണ്. പേരിൽ തന്നെ ഉണ്ട് സത്യത്തെ കാമിക്കുന്നവനാണ്, സത്യം തിരഞ്ഞു നടക്കുന്നവനാണ്. ആ ബാലകൻ ഒരു ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട്, പഠിക്കണം എന്ന് മോഹം തോന്നി, ഗുരുക്കന്മാരെയും വിദ്യാഭ്യാസമൊക്കെ കണ്ടപ്പോൾ അവിടേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഉടനെ തന്നെ ഗുരു ചോദിച്ചു, നിന്റെ ഉപനയനവും സമാവർത്തനവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ഉപനയനം കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ ഗോത്രം ഏതാണ്? നിന്റെ കുലം ഏതാണ്? കുട്ടിക്ക് ഒന്നും പറയാനുണ്ടായില്ല. പാവം സത്യകാമൻ തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, നമ്മുടെ കുലമേതാ? നമ്മുടെ ഗോത്രമേതാ? എന്നെ ഉപനയിച്ചിട്ടുണ്ടോ? എനിക്ക് പഠിക്കാൻ പാടുമോ? ഇതൊക്കെ എന്നോട് ഗുരു ചോദിച്ചു. ഞാൻ എന്ത് മറുപടിയാണ് പറയാ? അപ്പോൾ പറഞ്ഞു, ഇതൊന്നും പറയാൻ എനിക്കും അറിയില്ല. അപ്പം എൻ്റെ അച്ഛനാരാ? നിൻ്റെ അച്ഛനാരാന്ന് എനിക്കും അത്ര അറിയില്ല. ഞാനൊരു വീട്ടുവേലക്കാരിയായിരുന്നു. കേൾക്കണം, ഉപനിഷത്തിലെ കഥയാണ് കേട്ടോ. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാൻ പല ദിക്കിലും പണിക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് എവിടെ നിന്നോ ജനിച്ചൊരു പുത്രനാണ് നീ. പാവം തോന്നുന്നു നമുക്ക് ആ കഥ വായിക്കുമ്പോൾ ഉള്ളിലിങ്ങനെ കൊള്ളും. അപ്പോൾ ആ ബാലകൻ എന്ത് ചെയ്തു? ഉള്ള കാര്യം പറയാം. അവിടെ വെച്ചിട്ട് എന്താണ് അവിടെ പഠിക്കാൻ പറ്റില്ല പറയാ, ചപ്പം വിടട്ടെ എന്ന് വിചാരിച്ച് ഇവൻ ആ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, ഗുരു, എനിക്ക് അച്ഛനില്ല, അമ്മയുടെ പേര് ജാബാല എന്നാണ്. എനിക്ക് പഠിച്ചാൽ കൊള്ളാമെന്നുള്ള തോന്നലൊക്കെ ഉണ്ട്. എനിക്ക് കുലവും ഗോത്രവും ഒന്നും അറിയില്ല, ഉപനയനവും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ജാതിയൊന്നുമല്ല കേട്ടോ. അത് ഇപ്പോഴത്തെ കാലത്ത് അതിലുമായിട്ടൊന്നും യോജിപ്പിക്കരുത്. ബ്രഹ്മത്തിലേക്ക് പോകണമെന്ന്, ജ്ഞാനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് നീ. നിനക്ക് വിദ്യാഭ്യാസം തീർച്ചയായും തരാനുള്ള അതിനാണ് ഞാനിവിടെ ഇരിക്കുന്നത്, നിന്നെ പോലെയുള്ളവർ വരണം എന്ന് പറഞ്ഞിട്ട് ആ ബാലകന് ഒരു ഇനീഷ്യൽ വേണ്ടേ? അതാണ് ജാബാല. നമുക്കൊക്കെ അച്ഛന്മാരുടെ ഇനീഷ്യലൊക്കെ ഉണ്ടാവുമല്ലോ. ചിലർ അമ്മയുടെ ഇനീഷ്യൽ ഇടും, അല്ലെങ്കിൽ കുടുംബ പേരിടും, അങ്ങനെയൊക്കെ ഇടാറുണ്ട്. പക്ഷെ അത് ഈ കുട്ടിക്ക് വേറെ ഒന്നും പറയാനില്ല, ഒരു പേരും പറയാനില്ല. അതുകൊണ്ട് ആ ആളെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഗുരു കൊടുത്ത പേരാണ് ജാബാല സത്യകാമൻ. ഇന്നും ആ പേര് നമ്മൾ അഭിമാനത്തോടു കൂടിയാണ് പറയണത്. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഒരു ചീത്ത കണ്ണുകൊണ്ട് കാണും അല്ലേ? ആരുടെ കുട്ടി? അച്ഛനില്ലാത്ത കുട്ടി. അച്ഛനില്ലാത്ത കുട്ടി എന്നല്ല, അച്ഛൻ ആരാന്നെന്നെ അറിയാത്ത കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അമ്മയെയും നമ്മൾ ദുഷിച്ച് കാണും, ആ കുട്ടിയെ ദുഷിച്ച് കാണും. അങ്ങനെ ലോകം അങ്ങനെയുള്ളതാണ്. പക്ഷേ ആ കുട്ടിയെ അങ്ങനെയുള്ള ആ ദുഷ്ടമായിട്ടുള്ള ചിന്തകളിൽ നിന്നും മുകളിലേക്ക് കൊണ്ടുവന്നത് എന്താ? അറിവിൻ്റെ വഴിയാണ്. അവൻ നല്ല വിദ്യാഭ്യാസമുള്ള ബാലകനായി തീർന്നു. കുറേ പശുക്കുട്ടികളെ കൊടുത്തിട്ട് മേയ്ക്കാൻ വിട്ടു. ഇതിനെയൊക്കെ 1000 പശുക്കളായിട്ട് നീ തിരിച്ചു വരണം എന്ന് പറയുന്ന കഥകളൊക്കെ ഉണ്ട്. അങ്ങനെ പോണ കഥയൊക്കെ അതിങ്ങനെ ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഈ തത്വങ്ങളിലേക്കുള്ള പോകാൻ വേണ്ടിയിട്ട്, നമ്മൾ രസം തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ധാരാളം കഥകൾ ഉപനിഷത്തുകളിൽ പറയും. വേദങ്ങളിൽ അങ്ങനെയില്ല, ഉപനിഷത്തുകൾ അങ്ങനെയാണ്. ഈ ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നതാണ്, അടുത്തിരുത്തി പറഞ്ഞു കൊടുക്കുന്നതാണ്. അതാണ് ഉപനിഷത്ത്. അടുത്തിരുത്തി ഏറ്റവും ഉത്തമനായിട്ടുള്ള ശിഷ്യന് ഗുരു പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. അതിൽ പെടും ഈ കഥയൊക്കെ. അങ്ങനെ ധാരാളം കഥകളുണ്ട്. ഈ യമലോകത്തിൽ ചെന്ന് 3 വരം ചോദിച്ച കഥകൾ അത് കഠോപനിഷത്തിലാണ്. ശ്വേതകേതു
അതുപോലെ തന്നെ അങ്ങനെയുള്ള കഥകളൊക്കെ ഇങ്ങനെ ഉപനിഷത്തുകളിൽ എവിടെ നോക്കിയാലും ഇങ്ങനെ കഥകളിലൂടെയുള്ള ദർശനങ്ങളിലേക്കുള്ള പോക്കാണ് കാണാൻ പറ്റുക. അപ്പോൾ അറിവിലേക്കുള്ള വഴിയാണ് നമ്മളെ എപ്പോഴും ഉന്നതിയിലേക്ക് എത്തുന്നത്. കർമ്മകാണ്ഡം മോശമാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ. കർമ്മമില്ലാതെ ലോകം നടക്കില്ല. അത് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞു, കർമ്മമില്ലാതെ എല്ലാവരും ഈ ജ്ഞാനമാർഗത്തിൽ കൂടെ മാത്രം സഞ്ചരിച്ചാൽ ലോകത്തിന് മുമ്പാക്കം പോകാൻ പറ്റില്ല. ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാവണമെങ്കിൽ കർമ്മകാണ്ഡം വേണം. പക്ഷേ കർമ്മകാണ്ഡത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ജ്ഞാനകാണ്ഡത്തിൽ കൂടെ ഈ വിരക്തി എന്ന് പറയുന്ന വൈരാഗ്യം എന്ന് സംസ്കൃതത്തിൽ പറയും. മലയാളത്തിൽ വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥമാണുള്ളത്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ പരസ്പരം ദേഷ്യം എന്നൊക്കെയാണ്. എനിക്ക് ആ ആളോട് വൈരാഗ്യമാണ് എന്ന് പറയുമ്പോൾ തമ്മിലുള്ള വൈരാഗ്യം എന്ന് പറയുന്ന ആ അർത്ഥത്തിൽ ഒരിക്കലും സംസ്കൃതത്തിൽ പറയണില്ല. വിരക്തി വേണ്ട. അതിനോട് രക്തി എന്ന് പറഞ്ഞാൽ താല്പര്യം, വിഗതമായിട്ടുള്ള രാഗം, രക്തി, വിരക്തി, ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ, അതിലേക്ക് എത്തണം. ചില ആൾക്കാർ ആദ്യമേ തന്നെ ജ്ഞാനമാർഗത്തിൽ കൂടെ പോയിട്ട് വിരക്തിയിലെത്തും. ചില ആൾക്കാർ കർമ്മത്തിലൂടെ പോയിട്ടാണ്. കർമ്മത്തിലൂടെ പോകുമ്പോൾ കുറച്ച് താമസം ഉണ്ടാവുന്നേ ഉള്ളൂ, എന്നാലും കിട്ടും. ആരോ കഴിഞ്ഞ ക്ലാസ്സിന് ഇവിടെ ഒരു ഫിസിക്സ് അധ്യാപകൻ ഉണ്ടായിരുന്നല്ലോ, ഈ ക്ലാസ്സിലുണ്ടോ? വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഫിസിക്സ് പഠിച്ച് അവസാനം എത്തിയപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പഠിച്ചിരുന്നത് എന്ന്. അതാണ് ആ ഭൗതികമായിട്ടുള്ളതിൽ നിന്ന് അങ്ങനെ പോയിട്ട് ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിലുള്ളതായ ആ തത്വത്തിലേക്ക് എത്തിച്ചേരുക. അവിടെ അതാണ് ആ തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. അത് ഏത് വഴി കൂടെയും പോവാം. അതുകൊണ്ടാണ് ഒരു മാർഗത്തിനും നമുക്ക് ഇവിടെ മോശമില്ലല്ലോ. കർമ്മകാണ്ഡമായാലും ജ്ഞാനകാണ്ഡമായാലും ഭക്തി മാർഗത്തിലൂടെ പോയാലും എത്തിച്ചേരേണ്ടത് ഒരൊറ്റ തത്വത്തിലേക്കാണ്. അതിന് പല വഴികളുണ്ടാവും അല്ലേ? ഇവിടെ നിന്ന് ഷൊർണൂരിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 4-5 വഴി ഉണ്ടാവും. ഏതിൽ കൂടെ വേണമെങ്കിലും പൊക്കോളൂ. ഏറ്റവും എളുപ്പമുള്ള വഴി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം അത് തിരഞ്ഞെടുക്കും. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? ആ റെയിൽവേ ക്രോസിൽ ഇങ്ങനെ പോയി കിടക്കുക. അതായിരുന്നു ഏറ്റവും എളുപ്പമുള്ള വഴി. അങ്ങനെ ആവരുത്. ആ തടസ്സങ്ങൾ ഉണ്ടാവരുത്. മുമ്പാക്കം പോയിക്കൊണ്ടേയിരിക്കണം. അതാണ് നമുക്ക് തരുന്ന പാഠങ്ങൾ. അങ്ങനെ 1000കണക്കിനും 100കണക്കിനും ഒക്കെയുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ അത് ചിലത് ആവിർഹിത പ്രത്യക്ഷമായിട്ട് കാണും. അതിനെ തടഞ്ഞു നിർത്തിയാൽ പിന്നെ അതെങ്ങനെയായിരിക്കും? തിരോഹിത. പിന്നെ അത് നമ്മുടെ മുമ്പിൽ വലിയ നൃത്തം ചെയ്യാനൊന്നും പുറപ്പെടില്ല. അതാണ് തിരോഹിതാശ്ച. തിരോഹിതമായിട്ടുള്ളത് ആരുടെ അടുത്തായിരിക്കും? ശുദ്ധന്മാരുടെ അടുത്തേക്കും. ശുദ്ധമായിട്ട് ഈ മാലിന്യങ്ങളൊക്കെ മാറ്റി മോക്ഷമാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നവരുടെ മുമ്പിൽ ഇത് തിരോഹിതമായിട്ട് മറഞ്ഞു കിടക്കും. അതെല്ലാം അങ്ങനെയല്ലേ? നമ്മുടെ മനസ്സ് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ പലതും ചോദിച്ചുകൊണ്ട് വരും. വേണ്ട എന്ന് അമർത്തി പറഞ്ഞാൽ പിന്നെ അവർ ഇവിടെ വേണ്ടാന്ന് തന്നെയാണ് അർത്ഥം. അങ്ങോട്ട് ചെന്നാൽ പടിയൊന്നും തുറന്ന് കിട്ടില്ല എന്ന് മനസ്സിലായി അവർ പൊക്കോളും. അതുപോലെയാണ് ഇങ്ങനെ വന്ന് എപ്പോഴും മുട്ടിക്കൊണ്ടിരിക്കും. തുറക്കുണ്ടോ തുറന്നോളൂ, എന്നാൽ ഞങ്ങൾ കയറിയിട്ട് ബാക്കി ഞങ്ങളെ കൊണ്ട് ആവണതൊക്കെ ചെയ്ത് ഒരു പരിവാക്കി തരാം മനസ്സിന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള വികൃതികൾ എന്ന് പറയും, മാറ്റങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ വാതിൽ തുറക്കണത് സൂക്ഷിച്ചു വേണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. എന്തിനെയൊക്കെ അകത്തേക്ക് കയറ്റണം, എന്തിനെയൊക്കെ തള്ളണം, എന്തിനെ കൊള്ളണം എന്നുള്ളത് പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ ആരാ പഠിപ്പിച്ചു തരിക? ഇതാണ് ഗ്രന്ഥങ്ങൾ തന്നെയാണ് ഗുരുക്കന്മാർ. ഇന്ന് നമുക്ക് വ്യാസനെ കിട്ടാനില്ല, വാൽമീകിയെ കിട്ടാനില്ല, ആചാര്യന്മാരെ ആരെയും കിട്ടാനില്ല. അവരുടെ അവതാരങ്ങളായിട്ട് അതിനെ പറഞ്ഞു തരുന്ന സ്വാമിജിമാരും ആചാര്യന്മാരും ഒക്കെ നമുക്കുണ്ട്. പിന്നെ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് എന്തിനെയാണ്? ഭാഗവതാദി ഗ്രന്ഥങ്ങളെയാണ്. എന്തുകൊണ്ടാണ് അതിനെ ആരാധിക്കുന്നത്? അത് തൊട്ടാൽ, അതിനെ സ്പർശിച്ചാൽ, ആ വിഷയങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മളിലും മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ ചിലത് പറയണത് കേൾക്കാൻ ആളുണ്ടാവും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉള്ളവൾ ഞാൻ തന്നെ. ഞാൻ എപ്പോഴും പറയും 10-40 വയസ്സ് വരെ ഞാനിവിടെ ജീവിച്ചിരുന്നു, ആരും എന്നെ അറിഞ്ഞില്ല. കുറച്ച് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിരുന്നു. അതൊരു മോശമായിട്ടുള്ള കാലമാണെന്നല്ല കേട്ടോ എൻ്റെ അർത്ഥം. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ഞാൻ എന്നു മുതൽ ഈ രാമായണവും മഹാഭാരതവും അല്ലെങ്കിൽ നാരായണിയാണ് അമ്മയാണ് ഞാൻ എൻ്റെ കൈ വെച്ചത്. ആദ്യമായിട്ട് എൻ്റെ ശ്രദ്ധ അവിടേക്കാണ് പോയത്. അതപ്പോൾ ആരുടെ കേമത്ത? എൻ്റെ കേമത്തൊന്നുമല്ല. എനിക്ക് വിവരം കുറച്ചൊക്കെ വെച്ചിട്ട് ഞാനിവിടെ 10 കുട്ടികളെ പഠിപ്പിച്ചിട്ട് കുറച്ച് കാലം ഉണ്ടായില്ലോ. അത് നാരായണീയത്തിൻ്റെ മഹത്വം, അല്ലെങ്കിൽ സൗന്ദര്യലഹരിയുടെ മഹത്വം, അല്ലെങ്കിൽ മഹാഭാഗവതത്തിൻ്റെ മഹത്വം, ഗ്രന്ഥത്തിൻ്റെ മഹത്വം നമ്മളെ മഹത്വവത്കരിക്കും. നമ്മളതിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പറയാൻ പോകുമ്പോൾ അത് കേൾക്കാൻ ആൾക്കാർ വരും. അതാണ് സത്യം. അല്ലാതെ അങ്ങനെ വിചാരിച്ചാണെങ്കിൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് ജീവിക്കണം. പെട്ടെന്ന് കയറി വരും അഹങ്കാരം. അതുണ്ടാകാതിരിക്കണമെങ്കിൽ
നല്ലവണ്ണം അധ്വാനിക്കണം. എല്ലാവരും, ഞാനെന്നല്ല, ലോകത്തിലെല്ലാവർക്കും അത് പാഠമാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വിളങ്ങി നിൽക്കുമ്പോൾ നമ്മൾ അതിനെ ഓടിപ്പോയി സ്വീകരിക്കരുത്. അവിടെ നിൽക്കുക, വേണ്ടത് ഞാൻ എടുത്തോളാം എന്നുള്ള രീതിയിൽ. അങ്ങനെ വരുമ്പോൾ അത് അതിൻ്റെ എല്ലാ പൊലിമകളും ഒക്കെ ഒന്ന് ഒതുക്കി വെച്ച് അവിടെ ഇറങ്ങി നിൽക്കും. ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അങ്ങനെ ചെല്ലുമ്പോൾ അതാണല്ലോ രാജാക്കന്മാരൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ മതിയാക്കിയിട്ട് ഈ ഭരതൻ തന്നെ, ഈ ജഡഭരതൻ്റെ മുൻപത്തെ ജന്മത്തിൽ അദ്ദേഹം ഭരത രാജാവായിരുന്നല്ലോ, ഋഷഭൻ്റെ പുത്രനായിട്ടുള്ള ഭരതനായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? ആദ്യമൊക്കെ നന്നായി രാജ്യമൊക്കെ ഭരിച്ചു, എന്നിട്ടാണ് എല്ലാം മതിയാക്കിയിട്ട് കാട്ടിലേക്ക് പോയത്, സന്യാസത്തിലേക്ക് പോയത്. അപ്പം നമുക്ക് എല്ലാവർക്കും സന്യാസം എന്ന് പറയുമ്പോഴേക്കും, വാനപ്രസ്ഥം എന്ന് പറയുന്ന വാക്ക്, സന്യാസം എന്ന വാക്കൊക്കെ കേൾക്കുമ്പോഴേക്കും അപ്പം തന്നെ കാട്ടിൽ പോയിരിക്കണം, അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഒട്ടും അതൊന്നും പറ്റണതുമല്ല. അവിടെ ആരും നമ്മളെ കാത്തിരിക്കുന്നില്ല. അത്രയ്ക്ക് മനോധൈര്യമൊക്കെ വേണം കാട്ടിൽ പോയി ഒറ്റയ്ക്ക് ജീവിക്കാൻ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചില പാരൻസൊക്കെ ഉണ്ടല്ലോ, മതിയാക്കി, ഇനി നിങ്ങൾ ചെയ്യൂ, വേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ആ അവസ്ഥയിലേക്ക് മാറണം. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യണം. കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് അധികാരങ്ങൾ കൊടുക്കാൻ പഠിക്കണം. ഇല്ല എപ്പോഴും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ കുട്ടികൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിച്ചിട്ടുണ്ടാവും. അപ്പം അതിനൊന്നും നമ്മുടെ കൂടെ ഇവരൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാക്കണം. ആ വിട്ടുവീഴ്ച ഉണ്ടാവണമെങ്കിൽ അതാണ് മനസ്സിനെ പഠിപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിയെ തന്നെ മുമ്പിൽ നിർത്തണം. ബുദ്ധിം തു സാരഥിം വിദ്ധി. ബുദ്ധിയാണ് സാരഥിയാവേണ്ടത്, മനസ്സല്ല. മനസ്സ് പിന്നിലിരുന്നാൽ മതി. ആ ശ്രമകരമായിട്ടുള്ള പണി നമ്മൾ ഓരോ പദവി കയറുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഇതൊക്കെ കൂടുതൽ ഈ പായലുകൾ വരികയാണ്. അതിനെ ഇല്ലാതെയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുറേ കാലം കാൽക്കൽ വീണ് നമസ്കരിച്ച് നടന്ന കുറച്ച് കഴിഞ്ഞാൽ കാൽക്കൽ വീണില്ലെങ്കിൽ എന്താ എന്നെ കാണുമ്പോൾ എന്താ ആൾക്കാർ എണീക്കാത്തേ, എന്താ നമസ്കരിക്കാത്തേ, ആ തോന്നൽ ഉണ്ടാവും മനുഷ്യർക്ക്. അങ്ങനെ ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലവണ്ണം അധ്വാനിക്കണം. നമ്മളെ കാണുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ കോളേജിലൊക്കെ ഉണ്ട് കുട്ടികൾ, നമ്മളെ കണ്ടാൽ എണീക്കൊന്നുമില്ല. ഇപ്പോൾ ആരെ എണീക്കണേ? കാലം മാറി. വേണച്ചാൽ എണീക്കാം, നിങ്ങൾ പറഞ്ഞാൽ വേണമെങ്കിൽ എണീക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും എണീക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരെ പണ്ട് നമ്മളൊക്കെ ടീച്ചർമാരെ ആ വഴി പോകുമ്പോഴേക്കും എണീറ്റ് ഭക്തി ബഹുമാനത്തോടു കൂടി നമ്മുടെ കസേരയൊക്കെ എടുത്തു കൊടുത്ത് അങ്ങനെ ശീലിച്ച നമുക്ക് കിട്ടുന്ന പാഠങ്ങളെ ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ല. നമ്മൾ പറഞ്ഞത് കേൾക്കണമെങ്കിൽ ക്ലാസ് റൂമിൻ്റെ അകത്ത് ഇരുന്ന് പറയണം, അല്ലാന്നുണ്ടെങ്കിൽ ആരും അത്രയും കേൾക്കില്ല. അതാണ് അവസ്ഥ. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് അതാണ് ഈ വ്യാപാരങ്ങളിങ്ങനെ രൂപം മാറണ കണ്ടോ. നമ്മുടെ കാലത്തെ ഗുരു ശിഷ്യ ബന്ധമല്ല. എങ്ങനെയാ പുതിയത് വന്നേ? പരീക്ഷിച്ച് തന്നെ ഉണ്ടാവുകയാണ്. അതിന് ഭഗവാൻ അങ്ങനെയൊക്കെ കൽപ്പിച്ചു. ഇതിങ്ങനെ വേഴ്സ്റ്റായിക്കൊണ്ടിരിക്കും. കയറി ഇങ്ങനെ ഒരു കാലത്ത് എങ്ങനെയായാലും അതാണല്ലോ വരിക. ഒരു ദിക്കിൽ എവിടെയെങ്കിലും ചെന്ന് തട്ടി അതങ്ങോട്ട് നിൽക്കും. അതുവരെ ഉണ്ടാവും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ. അതാണ് നമ്മൾ പറയുന്ന അവസാനം കൽക്കി അല്ലെങ്കിൽ ഖഡ്ഗി ഒക്കെ വരും. എല്ലാവരെയും ശരിയാക്കി ഇവിടെ എല്ലാ സമാധാനം ഉണ്ടാക്കുന്നു. മനുഷ്യർ തന്നെ അതിനുള്ള വഴി ഉണ്ടാക്കുന്നുണ്ട്. 10 കൊല്ലം മുമ്പത്തെ അവസ്ഥയല്ല. ഒരാളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയാൽ അപ്പം കിട്ടും വലുതും. അത് മിണ്ടാണ്ടിരിക്കുകയാണ് എപ്പോഴും നല്ലത്. പക്ഷേ സ്വതസിദ്ധമായിട്ടുള്ള സ്വഭാവം കാരണം കുറേശ്ശെ ചിലർ പ്രതികരിച്ചു എന്നൊക്കെ ഇരിക്കും അല്ലേ. വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ആളുടെ വീട് കയറി ആക്രമണം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ പറഞ്ഞ വ്യാപാരങ്ങൾ ആയിരക്കണക്കിന് കോടിക്കണക്കിനൊക്കെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എൻ്റെ മനസ്സിന് തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊക്കെ ചെയ്യുകയാണ്. അപ്പം മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. മനസ്സിനെ നിയന്ത്രിക്കുക തന്നെ വേണം. അതാണ് ഈ ക്ഷേത്രജ്ഞൻ. അപ്പം എന്താണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞൻ എന്നുള്ളത് ഇവിടെ പറഞ്ഞില്ല. നമുക്കറിയാം എന്താണ് ക്ഷേത്രം എന്നുള്ളത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് 13ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1ാമത്തെ ശ്ലോകം പറയുന്നതാണ് ഇതം ശരീരം ക്ഷേത്രം. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം. നമ്മൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഏതോ ദേവാലയത്തിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കും മലയാളത്തിൽ. സംസ്കൃതത്തിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വയലുകൾ എന്നർത്ഥമുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പുറമേക്ക് എവിടേക്കും പോവേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രജ്ഞൻ ആരാണ്? അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന തത്വമാണ് ജീവാത്മാവ് എന്ന് നമ്മൾ പറയുന്നത്. ആ ജീവാത്മാവിനെ സമട്ടിട്ട് അപ്പുറത്ത് നമുക്ക് എന്തു എഴുതാം? പരമാത്മാവ് തന്നെയാണ്, പരബ്രഹ്മതത്വം തന്നെയാണത്. നമ്മുടെ ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നു എന്നേ ഉള്ളൂ. അത് ആ ആത്മാവിന് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അത് ഈ മനസ്സാണ് അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ചാഞ്ചാടി പലതുമാക്കി തീർക്കുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്.
അപ്പോൾ ഈ അവിശുദ്ധമായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് നീങ്ങുന്നവൻ്റെ മുമ്പിൽ ഇത്തരം വൃത്തികൾ മയില് പീലി വിടർത്തി ആടുന്നത് പോലെ ആകർഷകമായിട്ട് പലതും കാണിച്ചു കൊടുക്കും. വിശുദ്ധമായിട്ടുള്ള മാർഗത്തിലേക്ക് പോകുന്ന ഒരാൾ, ആ ആൾക്ക് ഇതൊക്കെ എന്തായിരിക്കും? തിരോഹിതങ്ങളായിരിക്കും. തിരോഹിതം എന്ന് പറഞ്ഞാൽ എന്താ? തിരോബഭൂവ, മറഞ്ഞിരിക്കും. മറ്റതൊക്കെ കാണാൻ പാകത്തിന് എല്ലാവരുടെ മുമ്പിലും കാണുകയും ചെയ്യും. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി വെക്കാം. എല്ലാവരും കൂടി ചൊല്ലിക്കോളൂ. 12-ാമത്തേത്. ക്ഷേത്രജ്ഞയേതാ മനസോ വിഭൂതിർജീവസ്യ മായാരചിതസ്യ നിത്യാ ആവിർഹിതാ ക്വാപി തിരോഹിതാശ്ച ശുദ്ധോ വിചഷ്ടേഹ്യവിശുദ്ധ കർത്തു. ഇനി 13-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ഭഗവാൻ വാസുദേവൻ തന്നെയാണ് ക്ഷേത്രജ്ഞനായിട്ട് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത്. ഭഗവാൻ വാസുദേവൻ. അപ്പോൾ വാസുദേവൻ എന്നുള്ള പേര് എങ്ങനെയാണ് ഉണ്ടായത്? വസുദേവപുത്രൻ. വസുദേവസ്യ അപത്യം പുമാൻ വാസുദേവ. അതാണ് സംസ്കൃതത്തിൽ നമ്മൾ പറഞ്ഞു പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭരതയോഗീശ്വരൻ്റെ ആ കഥയുടെ സമയത്ത് അപ്പോൾ വാസുദേവൻ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഈ ഭഗവാൻ മഹാവിഷ്ണുവിനെ എങ്ങനെയാണ് വാസുദേവൻ എന്ന് വിളിക്കുന്നത്? മഹാവിഷ്ണു എപ്പോഴെങ്കിലും വസുദേവരുടെ പുത്രനായില്ലല്ലോ. കൃഷ്ണനല്ലേ, ശ്രീകൃഷ്ണനല്ലേ വാസുദേവൻ എന്ന് പറയേണ്ടത്. മഹാവിഷ്ണുവിനെ എങ്ങനെയാണ് അങ്ങനെ പറയേണ്ടത്? ഭഗവാൻ വാസുദേവോത്ര കീർത്യതേ സനാതന. ഭഗവാൻ വാസുദേവോ കീർത്യതേത്ര സനാതന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും വാസുദേവൻ തന്നെയാണ് വന്നത്. സനാതനനായിട്ടുള്ള ആ ഭഗവാൻ മഹാവിഷ്ണു വാസുദേവൻ എന്ന് കീർത്തിക്കപ്പെടുന്നു. അപ്പോൾ വസുദേവരുടെ പുത്രനല്ല. വസുദേവരുടെ പുത്രൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഭഗവാനെ വാസുദേവൻ എന്ന് വിളിക്കുന്നത്. ആ വാക്ക് വന്നത് വസന്തി അസ്മിൻ സർവം എന്നുള്ളത് കൊണ്ടാണത്രേ. ആ ദേവനെയാണ് വാസുദേവൻ എന്ന് വിളിക്കുന്നത്. എല്ലാം ആ ദേവനിൽ വസിക്കുന്നു. മാർക്കണ്ഡേയൻ്റെ തപസ് കഴിഞ്ഞിട്ടുള്ള മാർക്കണ്ഡേയൻ അനുഭവിച്ചതായിട്ടുള്ള പ്രളയത്തിന് അല്ലേ, മാർക്കണ്ഡേയ സ്ഥിരായു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ശ്ലോകത്തിലുണ്ട്. പ്രളയം കാണണം, എന്താണ് പ്രളയം എന്ന് കാണണം എന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ്, അദ്ദേഹം ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വെള്ളം പൊന്തി. അങ്ങനെ നിറയെ വെള്ളത്തിൽ ദൂരെ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. അങ്ങനെയുള്ള ആ ബാലരൂപധാരിയായിട്ടുള്ള കൃഷ്ണനെ കാണുന്നത്. ആ കൃഷ്ണൻ്റെ ഉദരത്തിലേക്ക് ഈ വെള്ളം മുഴുവനും പ്രവേശിച്ചു. അവിടെ ചെന്നപ്പോൾ ഈ ലോകം മുഴുവനും അവിടെയുണ്ട്. അപ്പോൾ പുറത്ത് കാണുന്നത് എല്ലാം തന്നെ എവിടെയുണ്ട്? അസ്മിൻ വസന്തി, ഭഗവാന്റെ ഉള്ളിലുണ്ട്. അങ്ങനെയാണ് ഭഗവാൻ വാസുദേവ എന്നുള്ള പേര് ശ്രീകൃഷ്ണ പരമാത്മാവിന് വരണത് എന്ന് ഇവിടെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കേണ്ടി വരും. എവിടെയും പറയണില്ല. അപ്പോൾ വേദങ്ങളെ പറ്റിയിട്ടൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, വേദങ്ങളൊന്നും പറയണില്ല എന്നുള്ളത്. വേദങ്ങളുടെ സ്വഭാവം അതൊക്കെ ഈ പറഞ്ഞതുപോലെ തിരോഹിതങ്ങളാണ്, മറഞ്ഞായിരിക്കണേ, വ്യാഖ്യാനിച്ചെടുക്കണം. അത്രയ്ക്ക് താല്പര്യം ഉള്ളവർ പോയി നോക്കിയാലേ അതിൽ നിന്നൊക്കെ വല്ലതും കിട്ടുള്ളൂ. വാച്യമായിട്ട് എല്ലാവർക്കും വായിച്ചെടുക്കാൻ പാകത്തിനൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല വേദങ്ങൾ. അതുപോലെ തന്നെയാണ് ഭഗവാൻ. എല്ലാം ഉള്ളിൽ ഒതുക്കി വച്ചേക്കാണ്, ഉള്ളിലുണ്ട്. അതിനുവേണ്ടി അവിടെ പോയി ആരാധിച്ചാലേ അല്ലെങ്കിൽ ഭജിച്ചാലേ, അതിനുവേണ്ടി തയ്യാറായി ചെന്നാലേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കാണാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്. 13-ാമത്തെ ശ്ലോകം നമ്മൾ ചൊല്ലിയോ? ഇല്ല. ക്ഷേത്രജ്ഞാത്മാ പുരുഷ പുരാണ സാക്ഷാത് സ്വയം ജ്യോതിരജഃ പരേശ നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായയാത്മന്യവധീയമാന. നമുക്ക് ചൊല്ലാം. ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ പുരാണ സാക്ഷാത് സ്വയം ജ്യോതിരജഃ പരേശ
നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായയാത്മന്യവധീയമാന